Based on all these discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. V.D. Satishan ഇനി കേരളത്തെ നയിക്കും. മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച AICC ആഘോഷമാക്കിയ അണികൾ. വലിയ ഉത്തരവാദിത്തമെന്ന് നിയുക്ത മുഖ്യമന്ത്രി. 102 സീറ്റോടു കൂടിയാണ് അധികാരത്തിലെത്തിയത്. ആ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു, കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. കടുത്ത പ്രതിഷേധത്തിൽ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരില്ലെന്ന് AICC അറിയിച്ചു. നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല. ചെന്നിത്തല തിരുവനന്തപുരം വിട്ടു. RC ക്യാമ്പിൽ മ്ലാനത. സതീശന് അനുകൂലമായത് പൊതുവികാരവും ലീഗ് പിന്തുണയും. AK ആന്റണിയുടെ നിലപാടും നിർണായകമായി. KCയെ ഹൈക്കമാൻഡ് കൈവിട്ടത് അവസാന നിമിഷം. KC വേണുഗോപാലിന് ഓഫർ AICC അധ്യക്ഷ പദമെന്ന് സൂചന. ഹൈക്കമാൻഡ് തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി KC വേണുഗോപാൽ. VDക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും KC. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് വൻ ഭൂരിപക്ഷം നൽകി UDFനെ അധികാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. സ്വാഗതം ചെയ്ത് സണ്ണി ജോസഫ് അഭിനന്ദനം അറിയിക്കുന്നുവെന്നും KPCC അധ്യക്ഷൻ. നിരാശപ്പെടുത്തുന്നുവെന്ന് NSS. നാലു മണിക്ക് നിയമസഭാ കക്ഷി യോഗം. AICC നിരീക്ഷകർ പങ്കെടുക്കും. ഇന്ന് തന്നെ ഗവർണറെയും കാണും. മന്ത്രിസ്ഥാനങ്ങളിൽ ചർച്ച തുടങ്ങി UDF.